എൻ്റെ പേരറിയാലോ, ഗോപിനാഥൻ മേനോൻ. ചെറിയൊരു ടെൻഷനുണ്ട്, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. നാട്ടിൻപുറത്ത് ഒരു നായർ തറവാട്ടിൽ ജനിച്ച് വളരെ ഡ്യൂട്ടിഫുള്ളായിട്ട് അമ്മാവൻ്റെ മോളെ പ്രേമിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. എൻജിനീയറാണ് ബൈ പ്രൊഫഷൻ. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി നോക്കി. ഇപ്പോൾ ഇവിടെ ഈ നഗരത്തിലാണ്. എന്നാലും മനസ്സുകൊണ്ടൊരു നാട്ടിൻപുറത്തുകാരനാ, ശീലങ്ങളിലും ടേസ്റ്റിലും. രേണുവയ്ക്ക് ഈ നാട്ടുമ്പുറം ഒരു തമാശയായിട്ട് തോന്നണ്ടാവില്ലേ? എനിക്ക് നാട്ടുമ്പുറം എന്നൊക്കെ പറയണത് സീരിയൽ കണ്ടുള്ള പരിചയമുള്ളൂ. നാട്ടുമ്പുറം അങ്ങനെ ഒരു അന്യപ്രദേശമൊന്നുമല്ല. വാസ്തവത്തിൽ അത് പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയല്ല, ഒരു ജീവിത രീതിയാണത്. അതെവിടെയും ഏത് നഗരത്തിലും നമുക്ക് കൊണ്ട് നടക്കാം. നാട്ടുമ്പുറം ഓ, അങ്ങനെയൊന്നുമില്ല. രേണുക്ക് ഏതായാലും ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകാം. യു വിൽ ലൈക്ക് ഇറ്റ്. യു മേ ഈവൻ റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ക്രിയേറ്റീവ് റൈറ്റേഴ്സിന് എവിടെന്നാ പ്രചോദനം കിട്ടുക അറിയില്ല. ഞാനത്ര ക്രിയേറ്റീവ് ഒന്നുമല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നു മാത്രം. അത്ര നിസ്സാരാക്കണ്ട. ഐ ഹാവ് റെഡി. ഓ, പെണ്ണ് കാണലെന്ന ചടങ്ങിനാണ് ഞാൻ വന്നതെന്ന കാര്യം തന്നെ മറന്നുപോയി. ഓക്കെ, നമുക്കിനി കാണാം. ബൈ. ഏതായാലും നമ്മൾ വിവാഹത്തിനാവാൻ തീരുമാനിച്ചല്ലോ അല്ലേ? രേണു, നീ എന്താ ആലോചിച്ചിരിക്കുന്ന മോളെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി. മനുഷ്യരുടെ ജീവിതമല്ലേ മോളെ, അതൊരടഞ്ഞ പുസ്തകം പോലെയാ. അങ്ങനെ സ്വയം അടച്ചു പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ ചളിപ്പല്ല ഞാൻ അയാൾ കണ്ടത്. വളരെ ബ്രൈറ്റായ ഒരാൾ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അയാളോട് ഒരടുപ്പം തോന്നി. എൻ്റെ കല്യാണം മുടങ്ങിയതിൻ്റെ പ്രയാസമല്ല എനിക്ക്. അങ്ങനെ ഒരു മനുഷ്യൻ എന്തിനു സ്വയം ഇല്ലാതായി? ഐ വോണ്ട് ടു നോ ദാറ്റ്. നീ ഇനിയിപ്പോൾ റിസർച്ച് ചെയ്ത് പുസ്തകം എഴുതാൻ പോവാ? വാ, വന്ന് കാപ്പ് കുടിക്കേ. അച്ഛനും അമ്മയും ഒരു വക കഴിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ ഇങ്ങനെ കൂനി പിടിച്ചിരിക്കാൻ? നിന്റെ വിവാഹം മുടങ്ങിയതിൽ പിന്നെ ഞങ്ങളെന്താ സന്തോഷിക്കാ വേണ്ടത്? അച്ഛാ, നമ്മളുടെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നുമല്ലോ കല്യാണം മുടങ്ങിയത്. എന്നെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ച ഒരാൾ ഏതോ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് നീ കരുതുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല മോളെ. ഒരു പെണ്ണിൻ്റെ കല്യാണം മുടങ്ങി ചെക്കൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വെളിയിൽ അറിയുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ടാവും. മനസ്സിലായി. ആ പെണ്ണിന് എന്തോ ശാപം ഉണ്ടെന്ന് പറയാം ആൾക്കാർ. ഭഗവാനെ, മോളെ രേണു, നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. വൈ? ഈ ബുദ്ധി അയാൾക്ക് കല്യാണത്തിന് ശേഷം തോന്നിയതെങ്കിലോ നിന്റെ ജീവിതം പോക്കാവൂലായിരുന്നോ? ഇന്ന് കാലത്ത് ചേച്ചി ചോദിച്ചു, നീ ഇനിയിപ്പോൾ അയാളെപ്പറ്റി പുസ്തകം എഴുതാൻ പോവാണോ എന്ന്. പക്ഷേ ഐ ഡോണ്ട് നോ, പുസ്തകം എഴുതുമോ ഇല്ലയോ എനിക്കതറിയണം. അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്തേ? പറഞ്ഞിട്ടെന്താ, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. നിങ്ങളവിടെ പോയിരുന്നു ആ നേരത്ത്? നിങ്ങൾ എവിടെയായിരുന്നാ പറഞ്ഞത്? പണ്ടാരടങ്ങാനായിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയതാ, ഇവൻ പറഞ്ഞിട്ട് തന്നെ.
ഈ കുട്ടിയെ നല്ല മുഖപരിചയമുണ്ടല്ലോ. ഇത്ര നേരം കഴിഞ്ഞിട്ടും ആളെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ഭാര്യയുടെ അനുജത്തിയല്ലേ? അതുകൊണ്ട് ഹൈ, ഈ കുട്ടിയല്ലേ മിസ്റ്റർ ഗോപിനാഥ മേനോൻ ആലോചിച്ചത്? ആ, ഇപ്പൊ മനസ്സിലായി. മിസ്റ്റർ ഗോപിനാഥ മേനോന് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹൈ, ലഡ്ഡു കഴിക്കണില്ലേ? മധുരം പാടില്ലേ? ഓ, പോയി സംസാരിച്ചിട്ട് വാ. അമ്മാവന് വല്ലൊരു മണ്ണാങ്കട്ടയല്ല മോളെ. ഇവന്റെ അമ്മയ്ക്ക് ഒരു അനാഥ കുഞ്ഞിനോട് സഹതാപം തോന്നി എടുത്തു വളർത്തി. അതാ ഞാൻ. ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ കുട്ടമ്മാന്ന് വിളിച്ചു. അങ്ങനെയാ ഞാൻ കുട്ടമ്മാവനായത്. ശരിക്കുള്ള പേര് വേറെ ഉണ്ട്. ഇതാ ഏതാണ്ട് ഇതിൻ്റെയൊക്കെ പോലെ തന്നെ. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഗോപി മോഹൻ തമ്പി. ഇത് വീരഭദ്രൻ നായർ. ഞാൻ പോലും ആ പേര് മറന്നു. ഞാനൊരു പാവമാ കുഞ്ഞേ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ചില കയ്യബദ്ധങ്ങൾ പറ്റും. എടോ അവിടെ നിന്നേ. നിന്റെയൊന്നും ഔദാര്യം കൊണ്ടല്ലല്ലോ ഞാനിതുവരെ ജീവിച്ചു പോകുന്നത്. പിന്നെ നിനക്ക് എന്താ എനിക്കൊരു ഉപ്പ് കള്ള് വാങ്ങി തന്നാൽ? അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് താൻ അടിച്ച് പൂസാവണ്ട. എടാ, നിന്റെ തന്തിയോട് ചോദിച്ചാൽ ഈ കള്ള് മേടിച്ചു തരും. പിന്നെയാണോ നീയേ തന്തയ്ക്ക് വിളിക്കുന്നോടാ? എന്നെ തല്ലിയോടാ നീയേ? എന്തായി കാട്ടണേ? നിർത്തി. അമ്മാവാ, അടിക്കരുത്. എന്റെ ആകെയുള്ളൊരു അമ്മാവനാ. കുട്ടമ്മാവാ, താനിവിടെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാന്നുള്ള മോഹം വെറുതെ. മോനെ, അതിന് പരുക്കുകളൊന്നും അപകടമുള്ളതല്ലല്ലോ. അമ്മാവനായതുകൊണ്ട് പറയല്ല, താൻ പണ്ടാറടങ്ങുള്ളൂ. ഒരു പ്രത്യേകതരം സ്നേഹമായിരുന്നു അവൻ എന്നോട്. വണ്ടി വിറോ കുഞ്ഞെ, അവൻ പോയതോടെ എനിക്കാരുമില്ലാതായി. കുട്ടി, ഞാനൊന്ന് വായനശാല വരെ പോയിട്ട്. ആ കുട്ടിയെ കൂട്ടി വരണ വഴിക്ക് അടിച്ചുവോ? ഒരു വേദാന്തി. മോളിരിക്കൂ, ഞാൻ ചായ എടുക്കാം. ചേച്ചി, ഹായ്, ഇത് നിനക്കിപ്പോ എവിടുന്ന് കിട്ടിയേ? അതൊക്കെ കിട്ടി. ഞങ്ങളുടെ ആകെ ഉള്ളൊരു ഫോട്ടോയാ അത്. ആണോ? ആ, അതിങ്ങെടുത്താ. അതെ,
ഇത് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി പാടത്ത് വെച്ചോട്ടെ. പോടാ അവിടുന്ന്. ഡാ, ഇങ്ങോട്ട് തരാം. ഏ. ഇവനെ ഇന്ന് ഞാൻ. ഡാ, അമ്മേ, ഗോപി. ഐ, പാടത്തെ കിളികൾക്ക് ചിരിക്കാനാ. എടാ ഗോപി, അതിവിടെ തരാൻ. ശ്ശോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ വരുമ്പോഴല്ലേ ഇവിടെ ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവുള്ളൂ വിശാലം. അതുകൊണ്ട് എന്നെ ഇവനോട് അടങ്ങിയിരിക്കാൻ പറയണേ. ഇവൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം അങ്ങോട്ട് പോവും. പിന്നെ ഇവിടെ പഴയതിൽ നിശബ്ദാവും. അമ്മേ, ഷൂ ഷൂ. ആ എന്നാ താടെ ഇങ്ങോട്ട്. ഭർത്താവിന്റെ നല്ല മീശ കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ? ആ വഞ്ചി കടിച്ചു പിടിച്ചങ്ങനെ പോലെയാ. പോടാ അവിടുന്ന്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം അവനെ കാണുമ്പോഴാണ് ഞാൻ മറക്കുക. ഇഞ്ചക്കിക്ക് മരപ്പെട്ടി കൂട്ട്. അവനെ ആണെങ്കിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് കൂടി ഞാൻ കണ്ടിട്ടില്ല. അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ ശ്രീദേവിയെ, ഞങ്ങളുടെ അമ്മാവിൻ്റെ മോള്. അവൾ അവനുള്ളതാണെന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്നതുമാണ്. എന്നിട്ടും അവൾ വേറൊരാളെ വിവാഹം കഴിച്ചപ്പോൾ അവനതിന് നിലവിളിക്കാനൊന്നും പോയില്ല. ഒന്നേ കണ്ടുള്ളൂ അത്ര അവളെ. അപ്പ തീരുമാനമായി. പെണ്ണിന്റെ ഒരു ഭാഗ്യേ, അല്ലാണ്ടെന്താ. കോവിലകത്തിന്റെ ഏക അവകാശിയായ തമ്പുരാനാണേ. അവള് സമ്മതിച്ചോ? അല്ല, ഇത്രയും വലിയൊരു ആലോചന വന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവൾക്ക് പിന്നെ എന്താ പറയാൻ പറ്റുക മോനെ? മോനിനി അവളെ ഓർത്ത് വിഷമിക്കണ്ട. അവൾ നന്നായി വരട്ടെ. പിന്നെ നീ നാളെ കല്യാണത്തിന് വരണ്ട. നീ വന്നാ ശരിയാവില്ല. നീ ഇപ്പോൾ നാട്ടിൽ വന്നത് പോലും ആർക്കും അറിയില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാലേ. അത് കളയേച്ചി. അവള് വേറെ കല്യാണം കഴിച്ചു എന്ന് കരുതി ദേവദാസ് അവനൊന്നും എന്നെ കിട്ടില്ല. വിഷമമുണ്ട്, ശരി തന്നെയാ. അതുകൊണ്ട് തൂങ്ങിച്ചാവേ, വേറെ ആളെ നോക്കണം. ഒരു തവണ അവൻ കരയണത് ഞാൻ കണ്ടിട്ടുള്ളൂ, അമ്മ മരിച്ചപ്പോൾ. വാ.
ഞാൻ പോരാ. ചേച്ചി ശരിക്കും നമ്മുടെ അമ്മ പോയി. കുട്ടി ഇപ്പൊ ചോദിച്ചത് വളരെ നന്നായി. ഗോപി മരിച്ചപ്പോ ബോഡി കൊണ്ടുവരാനൊക്കെ ഞാനും ഉണ്ടായിരുന്നു. ഇങ്ങനെ കരയാതെ. എന്താ ഇത്? കുറേ ദിവസം എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല. എന്തിനാ അവനിങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പിന്നെ കുറേശ്ശെയായിട്ട് മറ്റു പലതും മറക്കണ പോലെ അവനെ മറന്നു. ഇപ്പം അവനെപ്പറ്റി വീണ്ടും ആലോചിക്കുക. ആരായിരുന്നു അവനെനിക്ക്? എന്തേ അവനിങ്ങനെ വേഗം തീരാൻ? ഞാനൊക്കെ ഇങ്ങനെ തുടരുകയും. ശരിക്കും എന്തിനുള്ള കാരണം അറിയേണ്ടത്? അവൻ മരിച്ചു പോയതിൻ്റെയോ അതോ ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെയോ? രണ്ടിൻ്റെയും. അവനെൻ്റെ ജൂനിയറായിരുന്നു സ്കൂളിലും കോളേജിലും. സാഹിത്യത്തിലൊക്കെ വലിയ താല്പര്യമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ കരുതിയത് അവൻ്റെ എഴുത്തുകാരനാവുമെന്നാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എൻജിനീയറിങ്ങിന് സെലക്ഷൻ കിട്ടിയപ്പോൾ അവൻ നാട്ടിൽ നിന്ന് പോയി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കയ്യൂർ സമരനായകൻ, ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സഖാ VK നായനാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് അരയല്ലൂർ വായനശാല ഗ്രൗണ്ടിലെത്തുന്നു. കർഷക സമരങ്ങളുടെ പടനായകനും തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പോരാളിയുമായ സഖാ VK നായനാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. ഇടയ്ക്ക് അവൻ ലീവിൽ വന്നാലും അവൻ്റെ ആ മുറപ്പണിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയലായിരിക്കും. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ആ ഗോപി, സഖാ VK നായനാർ നീ എപ്പോ വന്നടാ? എനിക്കന്ന് രാത്രിയിലെ ഞാനവിടെ വരാമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇപ്പം എങ്ങോട്ടാ രണ്ടാളും കൂടെ? ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ സഖാവ് നായനാരുടെ പ്രസംഗം കേൾക്കാൻ നീ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിനക്കൊക്കെ ഇതിലെന്താ താല്പര്യം? ഹേയ്, അങ്ങനെയല്ല. നായനാരുടെ പ്രസംഗം സാധിക്കുമെങ്കിലും ഞാൻ മിസ് ചെയ്യില്ല. നിങ്ങളുടെ വരട്ട് കമ്മ്യൂണിസം മാത്രമല്ല, നേരിട്ട് ഉള്ളിന്ന് വരണത്. പോടാ പോടാ. അപ്പോൾ നാളെ കാണില്ലേ? നാളെ ഉറപ്പായിട്ടും കാണും. വാ. പോട്ടെ.
ആ പെണ്ണിൻ്റെ കല്യാണത്തിന് ശേഷം അവൻ തീരെ നാട്ടിൽ വരാതായി. അമ്മയ്ക്ക് സുഖമില്ലാതായപ്പോഴാണ് അവൻ പിന്നെ വന്നത്. ആ എടാ ഗോപി. ആ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, അത് ഞാൻ വന്നത്. ഓ ഞാൻ അറിഞ്ഞില്ലടാ, ആ വഴിക്ക് പോയിട്ട് കുറേ ആയി. അമ്മയ്ക്ക് എന്താണ്? പ്രായത്തിൻ്റെ ഒക്കെ തന്നെ. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്നലെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ കുറച്ചെല്ലാം ആയുർവേദമൊക്കെ ആയിട്ടിങ്ങനെ. നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്ന്. എന്താ നിന്റെ നെറ്റിയിൽ? ഓ അതൊന്ന് വീണതാ, കുറേ ആയി. ഞാനും വീട്ടിലേക്കുണ്ട്, എനിക്കിതിൻ്റെ അമ്മയൊന്ന് കാണാം. എവിടെ ബെഡ് പാൻ? ആണിനോ പെണ്ണിനോ? എൻ്റെ അമ്മയ്ക്ക് അടവും. എന്തത്?